സുശീല ദേവി, മെയ്ഡ് ഇൻ കൊല്ലം. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊമേഴ്സ് അധ്യാപികയാണ്. അതുപോലെ തന്നെ നോ പറയാൻ അറിയാത്ത ഒരു പാവ അമ്മയുടെ മകളായിരുന്നു ഞാൻ. പക്ഷേ നോ എന്ന് മാത്രം പറയുന്ന ഒരു പോലീസുകാരനാണ് എനിക്ക് കിട്ടിയത്. എന്തിനാ പിന്നെ ഇവിടെ വന്നേന്ന് ചോദിക്കും. ചിരി എനിക്ക് ഇഷ്ടമാണ്, ചിരിക്കുന്നവരെ ഇഷ്ടമാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ അതിലേറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. കുടുംബകലഹം, അരിസ്റ്റോക്രാറ്റിക് ഫാമിലി മുതൽ അലുമ്പൻ ഫാമിലി വരെ സർവ്വസാധാരണമായിട്ട് ദിവസേന കണ്ടുവരുന്ന ഒരേ ഒരു കലോത്സവമാണ് കുടുംബകലഹം. ഈ കുടുംബകലഹം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ലതുണ്ടായിരിക്കണം. ഏത്? കുടുംബമുണ്ടായിരിക്കണം. ഇനി കുടുംബം ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ലത് കഴിച്ചിരിക്കണം. ഏത്? കല്യാണം കഴിച്ചിരിക്കണം. ഇനി കല്യാണം കഴിക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ളതാണ്. പക്ഷേ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയുക എന്ന് പറയുന്നത് നിങ്ങളുടെ അത്യാഗ്രഹം മാത്രമായിരിക്കും. ഇനി കുടുംബകലഹം നടക്കുമ്പോഴത്തേന് അതിലെ രണ്ടേ കഥാപാത്രങ്ങളെ കാണത്തുള്ളൂ. ആരാ? ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇവരെ നമുക്ക് ചേട്ടനും ചേച്ചിയും അങ്ങ് വിളിക്കാം. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ വീട്ടിലോട്ടൊന്ന് ചെന്ന് കയറിയാലോ? ആദ്യത്തെ വീട്ടിലോട്ട് നമ്മൾ ചെന്ന് കയറുമ്പോഴാണ് ദേ നിൽക്കുന്നു സദാ ചൊറിയുന്ന ചേട്ടനും സർവാംഗം ചൊറിയുന്ന ചേച്ചിയും. അങ്ങനെ വന്നാൽ എന്തോ സംഭവിക്കും? അവർക്കുണ്ടാകുന്ന കുട്ടികൾ എങ്ങനെ ആയിരിക്കും? ഈ കലിപ്പിന്റെ കാന്താരിയും ഉണ്ടമുളവും ആയിരിക്കും. ഇത് രണ്ടും അവരുടെ മക്കളാണ്. ഇനി അടുത്ത വീട്ടിലോട്ട് നമുക്ക് ചെല്ലാം. ആണവ പ്രസരണ ശേഷിയുള്ള നാവുള്ള ചേച്ചിയായിരിക്കും ആ വീട്ടില്. അങ്ങനാണെങ്കിൽ അവിടുത്തെ ചേട്ടൻ സൈലന്റ് ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ചേട്ടന് സമാധാനം വേണം. അവിടെ രക്തരൂഷിത വിപ്ലവവും അതുപോലെ തന്നെ മിസൈൽ ആക്രമണവും വരാതിരിക്കണമെങ്കിൽ ചേട്ടന് സമാധാനം മസ്റ്റായിട്ടും വേണം. അതിന് ചേട്ടൻ ഒരു കാര്യം ചെയ്യും. വാ തുറന്ന് ചേച്ചിയോടൊന്നും പറയത്തില്ല. പിന്നെ എന്തോ ചെയ്യും? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനസ്സിലിട്ടങ്ങ് പറയും. സ്വന്തം ഭാര്യ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ച് ഈ ലോകത്തുള്ള സകലമാന തെറികളും എല്ലാം കൂടെ എടുത്ത് തൈര് കടയുന്ന പോലെ അങ്ങോട്ട് കടഞ്ഞിട്ട് അതിൽ നിന്ന് നെയ്യ് ഊറ്റിയെടുത്ത് സ്വന്തം ഭാര്യയോട് പറയും, ഡേ പൊന്നൂസേ, ഡേ മോളൂസേ, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങി കാറ്റൊക്കെ കൊണ്ട് വെളിയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടൊക്കെ വരാമെന്ന്. സത്യത്തിൽ ആണവ പ്രസരണ ശേഷിയുള്ള ആ ചേച്ചിയുടെ നാവ് ചേച്ചി സ്വയം അങ്ങ് അകത്തോട്ടിടും. എന്തുകൊണ്ട്? ചേട്ടൻ സമാധാനപ്രിയനായിരുന്നു. അതുകൊണ്ട് മാത്രം. ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചേട്ടനാണെങ്കിൽ പഞ്ചാരയടി, വായ്നോട്ടം, പ്രേമം, ഇതൊക്കെ 3 ക്വാളിറ്റിയുള്ള ചേട്ടനാണ്. ഈ ഇഷ്ടപ്പെട്ടു ചേച്ചി. ഈ 3 ക്വാളിറ്റിയുള്ള ഈ ചേട്ടൻ ഉണ്ടെങ്കിൽ വീട്ടിൽ വാതുറക്കത്തില്ല. ചേട്ടൻ വാതുറക്കുന്നത് ഓഫീസിലായിരിക്കും. ചേട്ടന്റെ വായ് ആൾവേസ് ഓപ്പൺ ആയിരിക്കും, തുറന്നേ ഇരിക്കത്തുള്ളൂ. ഈ വൈകുന്നേരം വരുമ്പോഴത്തേന് ചാർജ് എല്ലാം തീർന്നിട്ടാണ് ചേട്ടൻ കയറി വരുന്നത്. എല്ലാവരെയും അങ്ങനെ പറഞ്ഞുകൂടാ കേട്ടോ. ചേട്ടനിലും ഉണ്ട് ചേച്ചിയിലും ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടേ. എന്നെ ആരും പൊങ്കാലിടാൻ വന്നേക്കുന്നത്. ചില വീടുകളിലാണെങ്കിലുണ്ടല്ലേ ഈ ചേട്ടന്മാരുണ്ടല്ലേ ഓഫീസ് വിട്ട കറക്റ്റ് സമയത്തൊന്നും വീട്ടിൽ വന്ന് കയറത്തില്ലെന്ന്. ഒരു ദിവസം ചേച്ചിക്ക് കോൺസെൻട്രേഷൻ തെറ്റിയിട്ട് ചേച്ചി പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തും കാലത്തും വീട്ടിൽ വന്ന് കയറിക്കൂടെ മനുഷ്യ? ചേട്ടൻ അറിയാതെ പറഞ്ഞു പോയി, ഡേ നേരത്തും കാലത്തും വീട്ടിലും കുട്ടിലും വന്ന് കയറാൻ ഞാൻ ആരാടി, കോഴിയോ? അത് അവസാനം ചേച്ചി പറഞ്ഞ എന്താണ്? നിങ്ങൾ ലതാണെന്ന് എനിക്കറിയാമായിരുന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ പലരും എന്നോട് പറഞ്ഞതാ നിങ്ങൾ ലതാന്ന്, കോഴിയാന്ന്. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കയറി വന്നില്ലേ മനുഷ്യ, എനിക്കിത് തന്നെ വേണം. പിന്നെ കോഴിയായി, പട്ടിയായി, പൂച്ചയായി, കടുവയായി, സിംഹമായി ഇതാ കിടക്കുന്നു തരികിടതോ. ഇനി കൊച്ചുങ്ങളുടെ കാര്യമാണ് പരമകഷ്ടം. കുട്ടികളന്ന് ഇൻഡിപെൻഡൻസ് ഡേ അങ്ങ് ആഘോഷിക്കും. എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളോട് ആരും പഠിക്കാൻ പറയത്തില്ല. എന്ന് പറഞ്ഞാൽ 2 അവിടെ കിടന്ന് എന്തോ ചെയ്യുക, ഏതാണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിറ്റേന്ന് രാവിലെ ഈ ചേട്ടൻ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെയാണ് ഈ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. പിന്നെ ചേച്ചിയുടെ കാര്യമോ, ചേച്ചി ഈ കടാരമുള്ള് കാലിൽ കൊണ്ട ശകുന്തളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ചേച്ചി ഇടയ്ക്ക് നോക്കുന്നുണ്ട് ചേട്ടനെ, ചേട്ടൻ നോക്കത്തില്ല. ചേട്ടൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ചേച്ചിയെ, നോക്കത്തില്ല. അങ്ങോട്ടും നോക്കത്തില്ല. കൊച്ചുങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ അവർ ആഘോഷിച്ചല്ലോ. അതിൻ്റെ റിലാക്സേഷനിൽ അവരെന്തോ എന്നറിയാമോ, അവരങ്ങ് സ്കൂളിലോട്ട് പോയി. ഈ തള്ളയ്ക്കും തന്നയ്ക്കും ഭ്രാന്ത, എന്താ വേണേലും നടത്തിക്കോട്ടെ. ഇവർ സ്ഥിരം കാണുന്ന പരിപാടിയാണല്ലോ. തിരിച്ചിവർ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോഴാണ് ദേ നിൽക്കുന്നു 2 ഒരുങ്ങിക്കെട്ടി. ആരാ?
അച്ഛനും അമ്മച്ചിയും കൂടെ. പേരൻസ് ഒരുങ്ങി കെട്ടി നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, വാ മക്കളെ, നമുക്ക് ഇന്ന് സിനിമയ്ക്ക് അങ്ങ് പോകാമെന്ന്. എന്തുവാണ് നടക്കുന്നത്? ഈ കുടുംബ വഴക്കെന്ന് പറഞ്ഞത് ഇങ്ങനൊക്കെ തന്നെയാണ്. ഒരു ദിവസം നമുക്ക് കുടുംബ വഴക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2-3 ദിവസം എന്തോ ഒരു ഹാപ്പിനെസ് ആണെന്നറിയാമോ. ഇടയ്ക്കൊക്കെ കുടുംബ വഴക്ക് വേണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കയറി വരത്തുള്ളൂ? സന്തോഷം കയറി വരത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, പിന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, മാംഗല്യം തന്തുനാനേന ജീവിതം പിന്നെ തുന്തനാനേന. അത്രയൊക്കെ ഉള്ളൂ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ